ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മുടെ ബാംഗ്ലൂരത്തെ വീട്ടിലെ ഡെയിലി ഒരു മോർണിംഗ് റൊട്ടീൻ ഒന്ന് കണ്ടാലോ? അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ റാമിന് ഓഫീസിൽ പോകണം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റു, അലാറമൊക്കെ വെച്ചു, കഷ്ടപ്പെട്ട് ഒന്ന് എണീറ്റു. 6 മണിയൊക്കെ ആ ഒരു ടൈമിലൊക്കെ എണീറ്റിട്ടുണ്ട്. ആൾക്ക് ഇന്നലെ രാത്രി പറഞ്ഞത് 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോകണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു 6 o'clock എണീച്ചാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ എണീറ്റ് ഉടനെ ഞാൻ അരി അടുപ്പത്തിടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യണത്. അപ്പോൾ അതിന് കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ അരി ഒരു 1/4 ഗ്ലാസോളം അരിയാണ് എടുക്കുന്നത്. നമുക്കൊരു ചെറിയ ഗ്ലാസ്സിന് ഒരു 1/4 ഗ്ലാസ് അരിയുടെ ആവശ്യമേ ഉള്ളൂ. പിന്നെ നൈറ്റ് ഞങ്ങൾ ചോറ് അത്ര കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് അരി എടുത്ത് കുക്കറിൽ കഴുകി കുക്കറിലിട്ട് കഴിയുമ്പോഴത്തേക്ക് അത് ആ ഒരു സൈഡിൽ കിടന്ന് വേകും. അപ്പം ബാക്കി കറി കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ സൈഡായിട്ട് അങ്ങ് വെച്ച് പോവാം. അപ്പം ഞാൻ തീ കത്തിച്ച് അടി അടുപ്പത്ത് വെച്ചു. അതുപോലെ ഇന്നലെ തന്നെ ഞാൻ ഒരു തോരത്തിനുള്ളതൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സോയ കറി വെക്കാനായിട്ട് അത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചിയാ സീഡ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കുടിക്കാനായിട്ട്. അപ്പോൾ അത് ഞാനൊന്ന് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ് ഇന്നലെ രാത്രി വെച്ചത്. അത് ചൂടാക്കി എടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ കഴിക്കാനായിട്ട് എടുത്ത പുട്ടിൻ്റെ ഒരു ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഉപ്പുമാവാക്കാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അത് ഇന്നിപ്പോൾ റാമിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കും. ഈ ഉപ്പുമാവ് എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ റാമിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു തന്നതാണ് ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റെസിപ്പി. നല്ല ടേസ്റ്റാണ്. നമുക്ക് എന്താണ് പുട്ടൊന്നും ബാക്കി വന്നാൽ അത് വേസ്റ്റായി പോവില്ല. വേറൊരു ഡിഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ ഞാൻ തോരൻ വെക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ടാണ് തോരൻ വെക്കുന്നത്. ബീട്രൂട്ടും സവാള എല്ലായിടത്തും സവാള ഇടുമോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എല്ലാ തോരത്തിലും എല്ലാത്തിലും ഒക്കെ സവാള എനിക്ക് മെയിനാണ്. സവാള എല്ലാത്തിലും വേണം. അതിൻ്റെ കൂടെ മിക്സി എടുക്കാനൊന്നും വയ്യ. ഈ തോരത്തിന് അരപ്പിടാനായിട്ട് മിക്സിയൊന്നും എടുക്കാൻ വയ്യ. അതുകൊണ്ട് വെളുത്തുള്ളി ചതച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൈ കൊണ്ട് തന്നെ ഞവടി നമ്മുടെ ചമ്മന്തിയൊക്കെ കുഴയ്ക്കുന്ന പോലെ മിക്സ് ചെയ്ത് എടുത്തിട്ട് അത് തോരത്തിലിട്ട് ബീട്രൂട്ടിലിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അടുത്തത് സോയയുടെ പരിപാടിയാണ്. സോയ ഞാൻ വലിയ കഷ്ണമായതുകൊണ്ട് രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുന്നുണ്ട്. സോയയ്ക്ക് വേണ്ടി സോയ റോസ്റ്റ് കണക്ക് വെക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് സോയ ഒന്ന് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് എണ്ണയിലിട്ട്. വറുത്തെടുക്കാനുള്ള ഒരു ടൈമൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ. അതിൻ്റെ കൂടെ സവാളയും ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ടൊമാറ്റോ ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ മസാലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് സോയയുടെ റോസ്റ്റ് റെഡിയായി. പിന്നീട് ഞാൻ ചിയാ സീഡിട്ട വെള്ളം കുടിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി വെള്ളം കുടിച്ചു. എന്നിട്ട് റാമിന് ചായ തിളപ്പിക്കുകയാണ്. ആൾ എണീക്കേണ്ട സമയമായി. അപ്പോൾ ഞാൻ അത് പാല് അടുപ്പത്ത് വെച്ച് തേയിലയും പഞ്ചസാരയും ഇട്ട് ചായ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ചായ ഇടുന്നത് കേട്ടോ. അത് ചൂടോടുകൂടി മാറ്റി വെച്ചു. ഇനി ലഞ്ച് ബോക്സ് എടുത്ത് പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ചോറ്, നമ്മുടെ സോയാബീനും തോരനും പിന്നെ നാട്ടിൽ നിന്ന് കുറച്ച് അച്ചാറുണ്ട്. അപ്പോൾ അതും കൂടി വെച്ച് ലഞ്ച് ബോക്സ് കംപ്ലീറ്റ്.